കോഴിക്കോട്ടേക്കാണ്. കോഴിക്കോട് കല്ലാച്ചിയിൽ വോട്ടിങ്ങിനെ ചൊല്ലി LDF UDF പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റം ഉണ്ടായിരിക്കുകയാണ്. പോലീസ് ലാത്തിചാർജ് നടത്തി. നാദാപുരം പഞ്ചായത്ത് 2ാം വാർഡ് കല്ലാച്ചി MLP സ്കൂളിലെ ബൂത്തിലാണ് പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റമുണ്ടായത്. കേന്ദ്രസേന ഉൾപ്പെടെ കൂടുതൽ പോലീസിനെ സ്ഥലത്തെത്തിച്ചിട്ടുണ്ട്. സാനിയോ മനോമി നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് സാനിയോ മനോമി. അവിടെ പ്രശ്നബാധിത ബൂത്താണോ? ഇപ്പോൾ നിലവിലെ സാഹചര്യം എന്താണ്? സുജയ, രാവിലെ മുതൽ നല്ല സാഹചര്യം, അതായത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സമാധാനത്തോടുകൂടി ഇലക്ഷൻ പുരോഗമിക്കവെയാണ് ഇത്തരത്തിലൊരു പ്രശ്നം നാദാപുരത്തെ രണ്ടാമത്തെ ബൂത്തിൽ 2ാമത്തെ വാർഡിൽ ഉണ്ടാവുന്നത്. അതായത് വോട്ട് ചെയ്യാൻ വന്ന CPM പ്രവർത്തകയ്ക്ക് കള്ളവോട്ടാണെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു UDF പ്രവർത്തകർ തടഞ്ഞത്. ഇതാണ് വലിയ സംഘർഷത്തിലേക്ക് നയിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇവിടെ ഇപ്പോൾ കേന്ദ്രസേനയടക്കം ഉണ്ട് എന്നുള്ളതാണ്. കേന്ദ്രസേനയും പോലീസും അടക്കമുള്ള ആളുകളുണ്ട്. നമുക്കിപ്പം ആരോപണം ഉന്നയിച്ച ആളുകളും ആരോപണ വിധേയരായ ആളുകളും ഒക്കെ ഉണ്ട്. എന്താ സംഭവിച്ചത്? നിങ്ങൾ ആരോപണമാണ് ഞങ്ങളുടെ ഒരു വോട്ടർ ഈ ബൂത്തിലുള്ള ഇവിടെയുള്ള 2ാം വാർഡിനകത്തുള്ള വോട്ടർക്ക് അദ്ദേഹം ബാംഗ്ലൂരിൽ നിന്ന് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നപ്പോൾ അയാളോട് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സമ്മതിക്കൂല എന്നുള്ള ഇവിടുത്തെ UDFൻ്റെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ആക്ഷേപിക്കുകയാണ് ചെയ്തത്. അപ്പം തൊട്ടടുത്ത വാർഡിലൊക്കെ ഉള്ള ആളുകൾ ബൂത്ത് കയ്യേറിയിട്ട് വലിയ കലാപത്തിന് ശ്രമിച്ചപ്പോൾ ഞങ്ങൾ ആദ്യത്തെ പ്രാവശ്യം വോട്ട് ചെയ്യാണ്ട് പിന്മാറി. രണ്ടാമത് വീണ്ടും വന്ന് വോട്ടഭ്യർത്ഥിച്ചതിൻ്റെ ഭാഗമായിട്ട് റിസൈഡിംഗ് ഓഫീസറെ സമീപിച്ചപ്പോൾ റിസൈഡിംഗ് ഓഫീസർ സംസാരിച്ച് രേഖ പരിശോധിക്കുന്നതിന് മുമ്പിട്ട് വീണ്ടും UDFൻ്റെ പ്രവർത്തകർ കുഴപ്പമുണ്ടാക്കിയതിൻ്റെ ഭാഗമായിട്ട് ഈ കുട്ടിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല. യഥാർത്ഥ വോട്ടാണ് അവരെ. അതാണ് സംഭവിച്ചത്. ഇനി UDF പ്രവർത്തകർ കൂടി നമുക്കൊപ്പം ഉണ്ട്. നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ നമുക്കൊപ്പം ഉണ്ട്. അദ്ദേഹത്തോട് എന്താണ് ചോദിച്ചതെന്ന് സ്വാഭാവികമായും നമുക്കത് അറിയേണ്ടതുണ്ട്. പ്രസിഡന്റ്, എന്താ നിലവിൽ ഇവിടെ എന്താ പ്രശ്നം സംഭവിച്ചത്? ഇവിടെ ഡബിൾ വോട്ടും കള്ളവോട്ടും ചെയ്യാനുള്ള ശ്രമത്തെ ബൂത്ത് ഏജന്റ് തടയുക മാത്രമാണ് ചെയ്തത്. ഇപ്പോൾ 2-3 വോട്ടർമാരുടെ നേരത്തെ തന്നെ ചാലഞ്ച് ചെയ്ത് തിരിച്ചയച്ചിട്ടുണ്ട്. മറ്റ് പഞ്ചായത്തുകളിൽ വോട്ടുള്ളവരെ കള്ള രേഖ ഉണ്ടാക്കി ഇവിടെ വോട്ട് ചേർത്തതിനെതിരെ ശക്തമായിട്ട് നേരത്തെ UDF വന്ന ആൾക്ക് എവിടെയൊക്കെ പഞ്ചായത്തിലെ 7ാം വാർഡിൽ 2ാം ഭാഗത്ത് 719 നമ്പർ ശ്രേയ അവരാണ് ഇപ്പോൾ ലാസ്റ്റ് വന്നിട്ട് ഞാൻ ചെയ്തേ പോകുന്നു പറഞ്ഞപ്പോൾ നമ്മൾ ബൂത്ത് ഏജന്റ് പറഞ്ഞു ഞങ്ങളിത് കൃത്യമായിട്ട് സ്റ്റഡിയിടാണ്. ഞങ്ങൾ നേരത്തെ കളക്ടർക്ക് കൊടുത്തിട്ടുണ്ട്, വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ചോറോട് പഞ്ചായത്തിൽ നാദാപുരം പഞ്ചായത്തിൽ മാത്രമല്ല വോട്ട് രേഖപ്പെടുത്തി വരുന്ന ആളാണ്. വോട്ട് രേഖപ്പെടുത്തിയുടെ തെളിവുണ്ട്. അത് ചലഞ്ച് ചെയ്യുന്നു എന്ന് മാത്രമാണ് ഞങ്ങൾ പോളിംഗ് ഏജന്റ് പറഞ്ഞത്. ചെയ്യേണ്ടെന്ന് പറഞ്ഞില്ല, ചലഞ്ച് വോട്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ വോട്ട് ചെയ്തതായതുകൊണ്ട് അവർ സ്വമേധയെ ഇറങ്ങി പോവുകയാണ് ചെയ്തത്. അതാണ് ഇവർ പറയുന്നത്. അതായത് 2 വോട്ടുണ്ടായിരുന്നു. നേരത്തെ ചോറോട് പഞ്ചായത്തിൽ വോട്ട് ചെയ്തിട്ടാണ് വന്നതെന്നാണ് UDFന്റെ ആരോപണം. ഏതായാലും ഇപ്പോൾ ഇവിടെ പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. 2 അംഗങ്ങളും തമ്മിൽ ഇനിയൊരു സംഘർഷം ഉണ്ടാകാത്ത തരത്തിലേക്ക് ചേർന്നത്. പോലീസ് ലാത്തി വീശി അങ്ങനെ അവിടെ തൽക്കാലത്തേക്ക് പ്രശ്നത്തിലേക്ക് ഒരു പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്.